ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായിയുടെ സംഘടനയായിട്ടുള്ള കിക്ക്, അതോടൊപ്പം തന്നെ അഷ്കർ ടെക്കി, അങ്ങനെ ഒരു വിശാലമായ, അതോടൊപ്പം ഇതെല്ലാം കൂടെ കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ആന. ആ ആനയും നിലവിലുള്ള ചില പ്രശ്നങ്ങളും എല്ലാം കൂടെ മുൻകാലത്തുള്ള വീഡിയോ ഇപ്പോൾ കുത്തിപ്പൊക്കപ്പെടുന്നു. അതിനുശേഷം ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. നമുക്കാദ്യം അഷ്കർ ടെക്കി പറയുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനടക്കമുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സൈഡിലുള്ള വീഴ്ചയുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ അതിനോട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആ ഒരു സംഭവം ശരിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ ഞാൻ ആ തെറ്റിന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാത്തതിന് ക്ഷമ ചോദിക്കുന്നു. ബട്ട് ഇതുപോലുള്ള പല വിഷയങ്ങൾ ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും മോണിറ്റൈസേഷൻ ഡിസേബിൾഡായി ആ വീഡിയോയുടെ ഇതൊക്കെ പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം പുള്ളിക്കാരൻ പറയുന്നത് കേൾക്കാം. ഇവിടെ കൊണ്ടുവന്ന് മെരുക്കി എടുത്തിട്ട് അതിനിവിടെ ഓരോ പരിപാടിയിൽ അതിനെ ഉപയോഗിക്കുക, പൈസ മേടിക്കുക. ഈ ഒരു ടോർച്ചറിങ് കാണാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ആനപ്രേമി എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇതിനൊന്നും പ്രതികരിക്കുന്നതായിട്ട് ഇവിടെ ഉള്ള ഒരൊറ്റ ഇൻഫ്ലുവൻസർമാരെയും കണ്ടിട്ടില്ല. ഇവർക്കൊക്കെ കിട്ടുന്ന ടോപ്പിക്കുകൾ എന്താണെന്ന് വെച്ചാൽ അനിയത്തിൻ്റെ കൂടെ ഒളിച്ചോടി, രാത്രിയായപ്പോൾ അത് തിരിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള തീട്ട കേസുകളൊക്കെ 2-3 വീഡിയോ ആയിട്ട് കാറിലും പറമ്പിലൊക്കെ ഇരുന്നിട്ട് പല ആളുകളും ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നത് കാണാം. ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവർ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇപ്പം അഷ്കർ പറഞ്ഞൊരു കാര്യം സ്ട്രെയിറ്റ് ഞാനടങ്ങുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും കൂടെയുള്ള സംഭവമാണ്. അതിൽ ഞാൻ അത് ഏറ്റുവാങ്ങിയതായിട്ട് ഇത് കൊള്ളുന്നു. പക്ഷേ എന്തായിരുന്നാലും എൻ്റെ മുമ്പിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളും കൂടെ സംസാരിച്ചിട്ടാണ് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളടക്കം എൻ്റെ ചാനലിൽ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കാണുന്നവർക്കറിയാം, ചാനൽ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അഷ്കർ ഇവിടെ കാറിൻ്റെ അകത്തും പറമ്പിൻ്റെ അകത്തും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏതാണ്ട് റൂട്ട് എങ്ങോട്ടാണ് പോക്കെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം അഷ്കർ നേരെ പറയുന്നത് ആ കിക്ക് എന്നുള്ള സംഘടനയ്ക്കകത്ത് നടന്നൊരു കാര്യത്തിനെ കുറിച്ചാണ്, ആ ഒരു ഇവന്റിനെ കുറിച്ചാണ്. കേൾക്കാം. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് ആനനെ കൊണ്ടുപോയിട്ട് ആനക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സ്മാരും ഉണ്ട്. അതുകൊണ്ട് ആർക്കും ഈ ആനയെക്കുറിച്ച്, ആനേനെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച്, ആനനെ ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുപ്പിച്ചിട്ട് ആന മതം ഇളകിയിട്ട് പല ആളുകളും മരിക്കുക, പല പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുക, അതുപോലുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റൂല. ഇതിനെക്കുറിച്ച് ആരും അപ്പം കിക്ക് എന്നുള്ള സംഘടനയ്ക്കകത്തുള്ള തന്നെ ഏറ്റവും മേളിൽ നിൽക്കുന്ന 2 വ്യക്തികളാണ്. ഒന്ന് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ, അതോടൊപ്പം തന്നെ നമ്മുടെ കാദർ കരിപ്പൊടി, 2 പേരാണ് മെയിൻ. അപ്പോൾ ഇവർ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തൊരു ഇരട്ടത്താപ്പുണ്ടെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. അതിനകത്ത് ആനയ്ക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് ഇവിടെ പുള്ളി പറയുന്നുണ്ട്. അത് എന്താണ് ആ സാധനമെന്നും ആ ആനയുടെ നേച്ചർ എന്താണെന്നുള്ള കാര്യത്തിനെ കുറിച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ ആ ഒരു ആനയെ അതിൻ്റെ അകത്തേക്ക് കടത്തി കൊണ്ടുപോയത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ട് അതെല്ലാം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആ ആന അഥവാ കാവേരി എന്ന് പറയുന്ന ഇക്കാൻ്റെ കാവേരി എന്നങ്ങനെ ഒരു ചാനലിൻ്റെ പേര്, ഭയങ്കര വൈറലാണ് ഈ ആന, പിടിയാനയാണ്. അപ്പോൾ ആ ആനയെ കൊണ്ടുവരുന്നൊരു കാര്യമാണ് ഇവിടെ നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബാക്കി കണ്ടു നോക്കാം. ഇതിനെയാണ് അഷ്കർ പറയുന്നത്. കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് വാങ്ങിക്കാനായിട്ട് ഈ ആന ഇപ്പം നിൽക്കുന്നത് ആ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തുമാണ്. നേരത്തെ പുറത്ത് കണ്ടു, ഇപ്പം നിൽക്കുന്നത് അകത്താണ്. അഷ്കർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്. അങ്ങനെ ഒരു നിറഞ്ഞ സദസ്സിനകത്ത് ആനയെ കൊണ്ടുവന്ന് ആനയുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അഷ്കർ പറഞ്ഞതിനകത്ത് ന്യായമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കുട്ടികളടക്കമുള്ള ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയിലേക്ക് ആ ഒരു ആനയെ കൊണ്ടുവന്ന കാര്യത്തിൻ്റെ അകത്തൊരു ഔചിത്യം ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോഴാണ് ഈ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്, ഞാനിപ്പോഴാണ് അത് കാണുന്നത്. സോ എന്തായിരുന്നാലും ആ ഒരു കാര്യം ശരിയാണ് എന്നുള്ള കാര്യമാണ്. ഇനിയുണ്ട്, കഴിഞ്ഞില്ല. ഇനി നമുക്ക് ഇക്കാര്യത്തിന് ഡയറക്റ്റായിട്ട് ഈ പുള്ളിക്കാരൻ്റെ തന്നെ അഷ്കറിൻ്റെ മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട്, അതോടെ കാണാം. ഇങ്ങനൊരു മൊമെന്റ് ആദ്യമായിരിക്കും ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് വാങ്ങിക്കാനായിട്ട് ആന വരുവാണ്. കിക്ക്, അതായത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഇന്നലെ നടന്നിട്ടുള്ള മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. ഈ വീഡിയോയിൽ മെമ്പർഷിപ്പ് വാങ്ങാൻ പോകുന്നത് ആരാണെന്ന് ക്ലിയർ ആയിട്ട് കാണാം. മറ്റു ചില ആഘോഷ പരിപാടികളിൽ ആനയെ കൊണ്ടുവരുന്ന സമയത്ത് ആനയുടെ ഉന്നമനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സും കൂടെ അടങ്ങിയിട്ടുള്ള സംഘടനയല്ല ഇത്. ഇതിപ്പം വേറെ ഏതെങ്കിലും ആഘോഷ പരിപാടി ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ 100 ഇൻഫ്ലുവൻസേഴ്സ് എങ്കിലും. ഈ വീഡിയോക്കകത്തും അഷ്കർ പറയുന്നൊരു കാര്യം നമ്മുടെ സായിയെ കുറിച്ചാണ് പറയുന്നത്. സായി അടങ്ങുന്ന സംഘടന എന്നാണ്, സായി ഉൾപ്പെടും. എന്തായാലും ഞാനൊരു ഓഡിറ്റോറിയത്തിനുള്ളിൽ ആന ആദ്യമായിട്ടാണ് കാണുന്നത്. ആനക്കും അതിനുള്ളിലുള്ള കുട്ടികൾ അടങ്ങിയിട്ടുള്ള ആളുകൾക്കും ജീവൻ ഭീഷണിയായിട്ടാണ് ഈ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ആനക്ക് മെമ്പർഷിപ്പ് കിട്ടിയതിൽ ആന വളരെ സന്തോഷമാണ്. എന്ത് മനസ്സിലായി? ഒരു
അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പണി അതാണ് പുള്ളിക്കാർ അണ്ണാക്കിൽ പാചകം ചെയ്യുന്നു പറയുന്ന പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ അഷ്കർ ചെയ്തേക്കുന്നത്. അഷ്കർ ഈ ഒരു കാര്യം പറയുന്നതിനോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. എനിക്ക് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാനത് പറയും. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി മെയിനായിട്ടുള്ള ഒരാളുടെ ഒരു സംഭവം കൂടെ ഇല്ലാതെ ഈ ഒരു കാര്യം തീരത്തില്ല. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല. അതിനുശേഷം ആനയുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയാം. നമ്മുടെ സായി ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സായി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് മുൻകാലത്തുള്ള സായി ഇതിനെക്കുറിച്ചിട്ട വീഡിയോ ഒന്ന് നമുക്ക് നോക്കാം. എന്താ സായി പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഓൾറെഡി അറിയാം, ഇപ്പൊ ഈ ഉത്സവങ്ങളുടെ സീസൺ, മിക്കവാറും ഉത്സവങ്ങളുടെ സീസൺ എന്ന് പറയുമ്പോൾ ഈ ചൂടുകാലത്തായിരിക്കും. ഒന്നാമതേ ചൂട്, അതിന്റെ പുറമെ വലിയൊരു ആൾക്കൂട്ടം, ശബ്ദം, ആനകൾക്ക് അല്ലെങ്കിൽ സഹികെട്ട അവസ്ഥയാവും ഉണ്ടാവുക. ഓൾറെഡി പല കേസുകൾ കഴിഞ്ഞ ഒരു 1.5-2 മാസത്തിനിടയിൽ പല സ്ഥലങ്ങളിൽ നിന്നായി പല കേസുകൾ വന്നിട്ടുണ്ട്. ആന ഇറങ്ങതും ആളുകളെ തട്ടിയതും അങ്ങനെ പല കേസുകളായിട്ട്. ഇന്നലെ തന്നെ ഏതോ ഒരു അച്ഛനും കുട്ടി ആനയുടെ അടുത്ത് പണം കൊടുക്കാൻ പോയിട്ട് കുട്ടീനെ ആനയുടെ വലിച്ചെറിഞ്ഞു. അങ്ങനെ നിരവധി കേസുകൾ വരുന്നുണ്ട്. ഒരു അനിമലിനെ എത്രത്തോളം ഹരാസ് ചെയ്യുന്നതിന്റെ ആവശ്യമുണ്ടോ? അമ്പലമൊക്കെ, ദൈവമൊക്കെ, ഭക്തിയൊക്കെ എല്ലാം ഫൈൻ. പക്ഷെ ഒരു മൃഗത്തിന്, ഒരു അനിമലിനെ എത്രത്തോളം ഹരാസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്തോ പറയാടി, നമ്മൾ മുൻകാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള സാധനത്തിന്റെ ഫലം പിൽക്കാലത്ത് കിട്ടും എന്നുള്ളൊരു കാര്യം പറയും പോലെ സായി ഒരു നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു വീഡിയോയ്ക്ക് അത് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സമയത്ത് ആ ഒരു സാധനം ഇപ്പോൾ ഒരു കോൺട്രഡിക്ടറി ആയിട്ട് മാറി എന്നുള്ളൊരു കാര്യമാണ്. അന്ന് പറഞ്ഞ കാര്യം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം, അതേ ഇത് സംഭവം അവരുടെ സംഘടന തുടങ്ങിയ സംഘടനയ്ക്കകത്ത് ചെയ്തു എന്നുള്ള കാര്യമാണ്. അതിനകത്ത് യാതൊരു ന്യായീകരണമില്ല. ആ ന്യായീകരണത്തിന് ഇല്ല എന്ന് പറയാനുള്ള കാരണം അത് ആനയുടെ സ്വഭാവത്തിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആരാണ് ആനയുടെ ഉടമ തന്നെ പറയുന്നൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കും. ആളെ കൂടുതൽ ആൾക്കാർ കയ്യിലൊക്കെ തടുത്തു ഇടയ്ക്ക് നമ്മള് ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ ആനക്കൊമ്പൻ, ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ട് കുറെ ആനകളുടെ കാര്യങ്ങൾ ന്യൂസിലൊക്കെ വരും. അവര് പക്ഷെ പൊതുവെ വയലന്റ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആനകളുടെ ഒരു രീതി അറിയാവുന്നതുകൊണ്ട് എന്തുകൊണ്ടല്ല ആനകൾ അങ്ങനെ ഒരു അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ 5 വയസ്സായ കുട്ടികളെ ബുദ്ധിയുള്ളൂ. ഇപ്പൊ ഇവരായാലും അറിയാത്തവർ വന്നാൽ ഒക്കെ ഓടിക്കും. കാരണം എന്താ വെച്ചാൽ ഇവരാണെങ്കിലും അറിയാത്തവർ വന്നാൽ ഓടിക്കും. അത് ആനയുടെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണ്. ഈ ഒരു ആന ഇദ്ദേഹത്തിന് അല്ലാതെ മറ്റൊരാളെയും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പുള്ളിക്കാരൻ പറയുന്ന കുറേ വീഡിയോസ് ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ ആനയ്ക്ക് ഇദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ, അല്ലാതെ വേറൊരാളെയും ഇത് പുള്ളി അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈ ആന അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാവേരി അതിനുശേഷം ബാക്കി അതിൻ്റെ ഇൻസിഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, പുള്ളി തന്നെ പറയുന്നുണ്ട്. അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഇവരെ സ്വയം രക്ഷക്കാണ്. കാരണം ഇവരെ ഉപദ്രവിക്കോ എന്നൊക്കെയുള്ള ഒരു തോന്നലോ കൊണ്ടാണ്. ഈ ആനകൾക്ക് ഭയങ്കര വൈരാഗ്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഉള്ളതാണ്. അതായത് ഇപ്പൊ ഇവളെ കഥ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ നമ്മള് കുതിരനെ നോക്കേണ്ട പയ്യനെ അടുപ്പിക്കൂല. അതെന്താ കാരണം എന്ന് വെച്ചാല്, ഇവളൊരു പ്രാവശ്യം ചക്ക കൊടുത്ത് കിണറിൽ വെച്ചു. അപ്പൊ ആ ചക്ക ഇങ്ങനെ കഴിച്ചു കൊടുക്കണം. അപ്പൊ അന്ന് ഈ 2 ആനയും കൂടി നിന്നപ്പോ ഇവർക്കൊരു മാനേജർ ഉണ്ട്. അവനെന്ത് ചെയ്തു, കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഏത് അതായത് ചക്കന്റെ ബാക്ക് ഭാഗമായപ്പോ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു. അപ്പൊ തന്നെ ആന നികത്തി. അപ്പൊ ഞാൻ പറഞ്ഞോടാ ആനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ഇപ്പം അതിന് നല്ലത് എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് കൈയിട്ടതാണ്. ആ കൈയിട്ടതോട് കൂടി ആന അവനെ വാരി. അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അത് ചെയ്തപ്പോൾ ആ ആന അയാളെ തൂക്കിയെടുക്കാനുള്ള ശ്രമം നടത്തി. കൂടി എന്താ നമ്മളെ ഈ കുതിര നോക്കുന്ന പയ്യൻ എന്തെങ്കിലും അവനെ പിടിച്ച് രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്തിയ വൈരാഗ്യത്തിൽ ഇപ്പോഴും ആ പയ്യനെ കണ്ട് ഓടിക്കും. അതായത് ഈ ആന തന്നെയാണ് ചെയ്തേക്കുന്നത്. അതായത് ഒരു സാഹചര്യത്തിൽ ആ ആന മറ്റൊരാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും വേറൊരാളെ രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ അയാളോട് നിന്നും പകവച്ച് പുലർത്തുകയും ചെയ്യുന്നൊരു കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ആനകൾ എന്ന് പറഞ്ഞാൽ വൈൽഡ് അനിമൽസ് റീസെൻ്റ്ലി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആചാരങ്ങളായി ബന്ധപ്പെട്ടിട്ടും ആഘോഷങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പറയുന്ന സഖ്യൻ്റെ മകൻ അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ശിക്ഷണത്തിനകത്ത് തോട്ടി കൊണ്ടും മറ്റ് പല ഇതും കൊണ്ടും ഇതൊക്കെ വലിച്ച് മുറുക്കി അതിനെ ചട്ടം പഠിപ്പിച്ച് കുങ്കികളെ കൊണ്ട് ഉപദ്രവിപ്പിച്ച് ഒക്കെ ചെയ്ത് നമ്മളെ നാട്ടിൽ നിർത്തുന്നു. ഈ ചെറിയ ശബ്ദം പോലും ഇഷ്ടപ്പെടാത്ത ഈ ആനയെ ഭയങ്കരമായിട്ടുള്ള ഭീകരമായ ശബ്ദവും കൊടും ചൂടിലും ഒരുപാട് ലിറ്റർ കണക്കിന് വെള്ളം വേണ്ട തണുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആനയെ ഭയങ്കരമായിട്ട് ആ ചൂടത്ത് കൊണ്ട് നിർത്തുകയും അതുപോലെ തന്നെ ടാറിൻ്റെ ആ വെയിലത്ത് കൊണ്ട് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കാലിൻ്റെ അടിഭാഗം വെച്ച് മൃദുവായിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ ചൂട് എന്തുമാത്രം അത് ഏൽക്കേണ്ടി വരും. ഇങ്ങനെ പലതുകൊണ്ട് അപ്പോൾ അഷ്കർ ഈ ഒരു കാര്യം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പം സായി കുറച്ച് കാലത്ത് മുമ്പ് ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെ ആ ഒരു ഏതെങ്കിലും ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം ക്ഷേത്രങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആചാരങ്ങളുടെ ഭാഗമായിട്ട് നടന്ന ആനയിടുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. ആ സമയത്ത് സംസാരിച്ചാവണം മേ ബി, അല്ലെങ്കിൽ അരിക്കൊമ്പൻ മേ ബി എന്തോ. അപ്പം അങ്ങനെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി അന്ന് ഉദ്ദേശിക്കുന്നതും ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം സംഘടന എന്നുള്ള രീതിയിൽ കിക്ക് എന്നുള്ള സംഘടന എന്നുള്ള രീതിയിലേക്ക് രൂപീകൃതമാകുമ്പോൾ അവിടെ
ഈ ഒരു കിക്കിൻ്റെ സംഘാടകൻ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാവുമല്ലോ, അവർ ചേർന്നുകൊണ്ട് അതിനകത്ത് എന്താണ് അതിനൊരു ഇത് കൊടുക്കുക, മെമ്പർഷിപ്പ് കൊടുക്കുക. ആ മെമ്പർഷിപ്പിന് ആനയെ പുറത്തുമല്ല, ആനയെ പിടിച്ച് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്ത് കയറ്റി ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആനയെ ഇതുകൊണ്ട് കാണിച്ചിട്ട്, അപ്പോൾ ഈ പറയുന്ന അവർ ചെയ്ത കാര്യങ്ങളും ഇവർ ചെയ്ത കാര്യങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ചുറ്റും ആളുകൾ തടിച്ചു കൂടുന്നു. ഇദ്ദേഹം ഷിബിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തോന്നുന്നു, ഇക്കാൻ്റെ കാവേരി എന്നാണ് പേര്, ചാനലിൻ്റെ പേര്. അതിൽ തന്നെ വ്യക്തമായി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ വ്യക്തിയെ അല്ലാതെ വേറൊരാളെയും ആള് അടുപ്പിക്കത്തില്ല. പുള്ളി ദുബായിൽ നിന്ന് പോയിട്ട് നാട്ടിലേക്ക് വരുന്നത് വരെ ഈ ആന അവിടെ ഒരു തൊട്ടടുത്ത് കിടന്ന ഒരു ഓട്ടോറിക്ഷയൊക്കെ ചവിട്ട് റെഡിയാക്കി അതിൻ്റെ എഞ്ചിൻ്റെ പാർട്ടിനൊക്കെ പാർട്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെ അവർ ഭയങ്കര അറ്റാച്ച്ഡാണ്, അദ്ദേഹമായിട്ട് അറ്റാച്ച്ഡാണ്. അദ്ദേഹം വളരെ നല്ലൊരു ബിസിനസ് മാനാണ്, വലിയ സംഭവമാണ്, ഓക്കെ, എല്ലാം ശരിയാണ്. പക്ഷേ അതൊരു ആനയാണ്, അദ്ദേഹത്തിനോട് കണക്റ്റഡ് ആണ്, പക്ഷെ ബാക്കിയുള്ളവരോട് അത് കണക്റ്റഡ് അല്ല. അങ്ങനെ നിൽക്കുന്ന ഒരു റിസർവ്ഡ് ആയിട്ടുള്ളൊരു ജീവി, ആ ജീവിയെ കൊണ്ട് അവിടെ കൊണ്ടുപോയതിൻ്റെ വൈരുദ്ധ്യത്തിനെ കുറിച്ച് ഈ അഷ്കർ ടെക്കി ചൂണ്ടിക്കാണിച്ചത് സത്യസന്ധമായിട്ട് പറയാം, അത് ശരിയാണ്. ആ കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഖാദർ കരിപ്പൊടിയെ പോലെ സായിയെ പോലുള്ള ആൾക്കാർ ആ ഒരു കാര്യത്തിൻ്റെ അകത്തൊരു ഒരു ഇത് ആർക്കാണ് കൊടുക്കുന്നത്? ഇക്കാൻ്റെ കാവേരി ആണെങ്കിൽ കാവേരിയോട് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാവേരിക്ക് വേണമെങ്കിൽ അവിടെ പോയി തന്നെ വേണമെങ്കിൽ ഒരു മെമ്പർഷിപ്പ് കൊടുക്കാമായിരുന്നു. ആ ആനയെ കൊണ്ടുവരുന്നതിലൂടെ ആ സംഘാടകർ കിട്ടുന്ന വെച്ചാൽ ആന വരുന്നു എന്നുള്ളൊരു ജനങ്ങളിലേക്കുള്ള ഒരു വിളംബരം കിട്ടുന്നു. അത് തന്നെയല്ലേ മറ്റ് അമ്പലങ്ങളിലും ആചാര സ്ഥലങ്ങളിലും ഒക്കെ അവരും ചെയ്യുന്നത്. ഞങ്ങളുടെ അമ്പലത്തിലേക്ക് 5 ആന വരുന്നു എന്ന് പറയുന്ന ഒരു പബ്ലിസിറ്റി കൊടുക്കും പോലെ ഇവിടെ ആന വരുന്നുള്ള പബ്ലിസിറ്റി ആയിട്ട് ഇവർ യൂസ് ചെയ്ത് സെയിം തിങ് രണ്ടുപേരും ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ അവർ ഈ ആന ഇടയുന്ന സ്ഥലങ്ങളിൽ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് കിക്കിൻ്റെ സംഘടന ഈ ഒരു സംഭവം നടത്തി അവർ ചെയ്തേക്കുന്നത്. രണ്ടുപേരും അവിടെ ചെയ്തേക്കുന്ന തെറ്റാണെങ്കിൽ ഇത് തെറ്റ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതിനെയാണ് ഈ നമ്മുടെ അഷ്കർ വിമർശിച്ചേക്കുന്നത്. ആ വിമർശനത്തിൽ യാതൊരു കഴമ്പും അല്ലെങ്കിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് സായിയുടെ പഴയ വാക്കുകളും ചോദ്യമുനയിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മുൻകാലത്ത് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ സ്വാഭാവികമായിട്ട് ഞാൻ ചിലപ്പോൾ പഴയ വീഡിയോസൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള പിൽക്കാലത്ത് നീ അന്ന് അതല്ലേ പറഞ്ഞേ, നീ ഇന്നത് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കേണ്ടി വരും. അതുപോലെ ഇവിടെ ഇപ്പോൾ അഷ്കർ പറഞ്ഞതിനകത്ത് ന്യായമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സായി പറഞ്ഞു ഇങ്ങനെയുള്ള ആനയെ അമ്പലത്തിലും ആ ചൂടത്തും ഒക്കെ കൊണ്ടുപോകാൻ പാടില്ല, അപ്പോൾ പിന്നെ ഈ ആനയെടുത്ത് ആ ഒരു കാര്യം കാണിക്കാൻ പാടില്ല, അത് പെണ്ണാനയാണ്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെയൊന്നുമല്ല, പെണ്ണായാലും ആണായാലും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ട്, അത് അറിയുന്നവർക്കറിയാം. സോ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ബൈ.